ഫഹദ് ഫാസിലിന്റെ കരിങ്കാളിയിൽ എന്നുള്ള ആ ഒരു പാട്ട് നമ്മുടെ മോദിജി അഭിനയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്. ഈ നാട്ടില് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ജിഹാദികളാണ്. കോൺഗ്രസ് എങ്ങാനും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിലെ സകല സ്വത്തും നമ്മൾ ഹിന്ദുക്കൾ കൊടുക്കേണ്ടി വരും. കൊടുവാളെടുത്ത് ചുടു മുസ്ലിങ്ങളോ, ഞാൻ എപ്പോഴെങ്കിലും എങ്ങനെ പറഞ്ഞോ? മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയാൻ എന്റെ സ്വന്തം മക്കളല്ലേ? നിങ്ങളത് മനസ്സിലാക്കണ്ടേ? ചോരയിൽ നീരാ. എന്റെ പൊന്നുമക്കളെ, മുസ്ലിങ്ങളെങ്ങാനും വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാമ ക്ഷേത്രം വരെ ബുൾഡോസർ വെച്ചിട്ട് പൊളിച്ചടക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് വോട്ട് തരാം, മുസ്ലിങ്ങൾ അടുപ്പിക്കാണ്ടിരിക്കുക. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്റെ സ്വന്തം മക്കളെ പോലെയാണ്. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറയോ? ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? കരിങ്കാളിയല്ലേ. മുസ്ലിം ജിഹാദ്, വോട്ടിംഗ് ജിഹാദാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ നാട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഒരു വിലയുണ്ടായിരിക്കുന്നതല്ല. ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും മുസ്ലിങ്ങളും പാകിസ്ഥാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കും. കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണ. മുസ്ലിങ്ങൾ ഈ നാട്ടിലെ എന്റെ എല്ലാമാണ്. ഈ നാട്ടിലെ വികസനം കൊണ്ടുവരാൻ മുസ്ലിങ്ങളാണ് എപ്പോഴും എന്റെ കൂടെ നിൽക്കാറ്. ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള വിവേചനം ഉണ്ടായിരിക്കുന്നതല്ല. കൊടുവാളെടുത്ത് ചുടുതാ. ഇതാണ് നമ്മുടെ മോദിജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പുറത്ത് വന്നിട്ട് ഇമ്മാതിരി തള്ളു തള്ളും, ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ തള്ളും തള്ളും. എന്നിട്ട് ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന കുറെ വിവരം കെട്ട സംഖ്യകളും നമ്മുടെ നാട്ടിലുണ്ട്. അടിപൊളി.